അപ്പൊ ഞങ്ങളിപ്പോ തേക്കടി അല്ലല്ലോ, ആണക്കര. തേക്കടിയാണ് സ്ഥലം, താമസിക്കുന്ന സ്ഥലം തേക്കടി. ഞങ്ങളിപ്പോ ലോഡ്ജില് എത്തിയേക്കാണ്. പിന്നെ ഞങ്ങള് വന്ന് റെസ്റ്റ് എടുക്കാണ്. പിന്നെ ഇവിടെ ഭയങ്കര പൂക്കളുള്ള കാട്ടിലായ കാരണം മല കയറുന്ന പോലെ ഞാൻ കയറിയത്. പിന്നെ ഇന്ന് ഞങ്ങള് റെസ്റ്റാണ്. പിന്നെ നാളെ ഞങ്ങള് ധ്യാനത്തിന് പോവും. പിന്നെ തണുപ്പുണ്ട്. കുഴപ്പമില്ല, തണുപ്പൊക്കെ ഉണ്ട്. എന്റെ മുടിയൊന്നും ശരിയാക്കിയില്ല. സാരി എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇനി നാളെ ഓണത്തിന് ഓണല്ല, ഞങ്ങള് ധ്യാനത്തിന് പോണതിന് മുമ്പ്. ഓണാണ്, പക്ഷെ നാളെ ധ്യാനം കൗൺസിലിംഗ് നമ്മള് പോണില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കും. നാളെ കൗൺസിലിംഗ് ആണ്. സദ്യ ഓർഡർ ചെയ്ത് വേണ്ട, ഞങ്ങൾ വ്ളോഗ് ചെയ്യാ. ഞങ്ങള് ഞാൻ പിന്നെ വരാം. ഞങ്ങള് നാളെ കൗൺസിലിംഗ് ആണ്, അതിന് ഞങ്ങള് പോണ്ട. അപ്പൊ ഞങ്ങള് ഇവിടെ ഇരിക്കും. അപ്പൊ ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ ഓണസദ്യ ഓർഡർ ചെയ്തിട്ട് ഇവിടെ പൂവ് വാങ്ങിച്ച് വീട്ടിലിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പൂക്കളം ഇവിടെ വേണം. പക്ഷെ ഞങ്ങൾ ധ്യാനത്തിന് മനസ്സ് എപ്പോഴും ധ്യാനാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ ഉല്ലസിക്കാൻ വന്നാണെന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. പിന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയും തോന്നുന്നു. നമുക്ക് നല്ല ഭക്തി ഉണ്ട്. അവര് കുറച്ച് ഷോ ഓഫ് പോലെ ഉണ്ട്. അപ്പുറത്തെ റൂമിലുള്ളവര് കുറച്ച് നമുക്ക് ഉള്ളിന്നുള്ള ഭക്തി. പുറമേ കാണിക്കില്ല. പുറമെ ഞങ്ങൾ പാട്ടൊക്കെ പാടി പൂക്കളൊക്കെ ഉള്ളിലാണ് ഞങ്ങളുടെ ഭക്തി ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കാറിലിരുന്ന് പാട്ടൊക്കെ പാടി. പിന്നെ രാത്രി രേണുസുതിയുടെ കഥ പറയും, ബിഗ് ബോസിന്റെ കഥ പറയും, കടുങ്കഥ കളിക്കും. മോള് എന്തല്ല നല്ല എന്ത് പാട്ടുകാരിയാണ്. നേഹം അതെ കൂടുതൽ നന്നായിട്ട് പാടില്ല അങ്ങനെ ഞാൻ പറയില്ല. രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. പക്ഷെ അവര് ഇടയ്ക്ക് പുറത്തെടുക്കണ ഞാൻ അതിശയിച്ചു പോയി ഇവരെ പാട്ട് കേട്ടിട്ട്. അവര് ഇംഗ്ലീഷ് പാട്ട് പാടണം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മലയാളം പാട്ട് കാറിലിരുന്ന് മുഴുവൻ പാടിയപ്പോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എപ്പ പഠിച്ചിരുന്നു. അങ്ങനത്തെ കുട്ടികളാണ് ഞങ്ങൾ. പിന്നെ ഞാനും നീതും ഓരോ പാട്ട് പാടി, സുനിൽ പാടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇപ്പം റെസ്റ്റ് എടുക്കണം. അവൻ ഓടിച്ച് മറ്റേ മുറിയിൽ നീതുണ്ട്, നേഹയും അവിടെ ഉണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കണം. എനിക്ക് കാറിലിരുന്നാലൊരു ക്ഷീണമൊന്നുമില്ല. വീട്ടിൽ പണിയെടുക്കുമ്പോഴാണ് ക്ഷീണം. പിന്നെ അതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഇനി ചായ ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത വ്ളോഗ് പിന്നെ ഇതൊക്കെ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. നിയാസ് വ്ളോഗ്. ബൈ.